Hello everyone. Sahakari Race Plusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻസറിന്റെ എറ്റിയോളജി ആണ്. നമുക്കറിയാം ക്യാൻസർ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് ഇപ്പോഴും അണ്ടർ റിസർച്ച് ആണ്. നമുക്കൊരു കറക്റ്റ് ഒരു ആൻസർ പറയാൻ സാധിക്കില്ല അല്ലെ, ക്യാൻസർ എന്തുകൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോഴും നമ്മൾ ഇഡിയോപ്പതിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് പെടുത്തും അല്ലെ. എന്തുകൊണ്ട് ആയിരിക്കാം, നമ്മൾ ജനറ്റിക് ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ഒരു ഫാമിലിയിൽ വരുമ്പോൾ ജനറ്റിക് ആയിരിക്കാം, ഹെറിഡിറ്ററി ആയിരിക്കാം, ഇത് കാരണമായിരിക്കാം. പിന്നെ നമ്മുടെ ഒക്യുപേഷണൽ കോസസും നമ്മുടെ ഡയറ്ററി അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പാറ്റേൺസും ഒക്കെ കാരണം ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഓരോ റീസൺസ് ആയിട്ടും. പിന്നെ പക്ഷേ ചിലരുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് റീസൺ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം? അവർ അത്രയും പക്ക ലൈഫ് സ്റ്റൈലുള്ള ഒരു വ്യക്തി, അവർക്ക് ഇങ്ങനത്തെ ഒരു ക്യാൻസർ വരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതെല്ലാം നമുക്കൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാലും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസിസിൽ എറ്റിയോളജി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ബ്രെന്നർ ആൻഡ് സിദ്ധാർത്ഥ് ടെക്സ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ക്യാൻസറിന്റെ എറ്റിയോളജി അല്ലാതെ ബാക്കിയുള്ള നഴ്സിംഗിന്റെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം കുറച്ചുകൂടെ കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാൻസറിന്റെ WHO ഡെഫിനിഷൻ എന്താണെന്നറിയോ? അതൊരു സിംഗിൾ ഡിസീസ് ആണോ? അല്ലേ, ലാർജ് ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആണ്. ഒരു ഓർഗനിൽ വരുന്നു, എവിടെ വേണമെങ്കിലും വരാം. അവിടെ ഒരു അബ്നോർമൽ സെല്ല് അൺകൺട്രോളബിൾ ആയിട്ട് ഗ്രോ ചെയ്ത് അത് വന്നു, പിന്നെ അത് അടുത്ത ബോഡി പാർട്സിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ഇൻവേഷനും അതുപോലെ മെറ്റാസ്റ്റാസിസിലൂടെയും അത് അടുത്ത ബോഡി പാർട്ടിലൂടെ സ്പ്രെഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എറ്റിയോളജി എടുത്താലോ? നമ്മൾ പറഞ്ഞു കാർസിനോജെനസിസ് അല്ലെ. കാർസിനോജെനസിസ് കാർസിനോജൻസ് കാരണം ക്യാൻസർ ഉണ്ടാക്കുന്ന ആ പ്രക്രിയനെ കാർസിനോജെനസിസ് എന്ന് പറയുന്നു. അതിൽ 3 ഘടകങ്ങളുണ്ട്. അതിന് 3 രീതിയിലാണ്. ഒന്ന് ഇനിസിയേഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രോഗ്രഷൻ. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. നമ്മൾ എപ്പിഡമോളജി ആൻഡ് പെത്തോഫിസിയോളജി ക്ലാസ്സിൽ പഠിച്ചു. 3 കാര്യങ്ങളാണ് നമ്മുടെ കാർസിനോജെനസിസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സിനെ നമ്മൾ ഒന്ന് വൈറസുകൾ, ബാക്ടീരിയകൾ, ഫിസിക്കൽ ഏജൻസ്, കെമിക്കൽ ഏജൻസ്, ജനറ്റിക് അല്ലെങ്കിൽ ഫെമിലിയൽ ഫാക്ടേഴ്സ്, ഡയറ്ററി ഫാക്ടേഴ്സ്, ഹോർമോണൽ ഏജൻസ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെയാണ് എറ്റിയോളജിയിൽ വരുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ക്യാൻസർ സെല്ല് കാണുന്നുണ്ടോ? അതിൻ്റെ ഉണ്ടാക്കുന്ന ഒരാൾക്കാർ ബാക്ടീരിയയും വൈറസും എന്ന് പറയുന്നു. അപ്പം ഇതൊന്നും കറക്റ്റ് നമുക്ക് അത്രയും ഇതായിട്ട് പറയാൻ പറ്റില്ല. ഈ വൈറസ് കാരണം ഈ ഒരു അസുഖം ഉണ്ടാവുന്നു എന്ന് സ്പെസിഫിക് ആയിട്ടൊന്നും പറയാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വൈറസസ് ആൻഡ് ബാക്ടീരിയ ആണ്. ഓക്കെ, നമുക്ക് ഒരു ഹ്യൂമൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കോസ് ആയിട്ട് വൈറസിനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് പറയാനൊന്നും പറ്റില്ല അല്ലേ. നമുക്കറിയാം വൈറസ് കാരണം പല വൈറൽ അസുഖങ്ങൾ ഇപ്പം നമ്മൾ ഭയാനകപരമായ അസുഖങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. വൈറസ് കാരണം ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വൈറസസ് കാരണം സെല്ലിന് ജനറ്റിക് ക്യാരക്ടറിൽ വ്യത്യാസം വന്ന് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലാതെ ഈ ഒരു വൈറസ് കാരണം ഈ ഒരു അസുഖം ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു ഡൗട്ട്ഫുൾ ആണ് ഈ ഒരു വൈറസ്, അതായത് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന വൈറസ് കാരണം ഈ ബർക്കിറ്റ് ലിംഫോമ, നെയ്സോഫാരിഞ്ചിയൽ ക്യാൻസർ, ഹോഡ്ജ്കിൻസ് ആൻഡ് നോൺ ഹോഡ്ജ്കിൻ ലിംഫോമയൊക്കെ ഉണ്ടാവുന്നവരിൽ ഈ ഒരു വൈറൽ ഇൻഫെക്ഷനും കൂടെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറസിന് ഈ ഒരു ക്യാൻസറുമായിട്ടൊരു ലിങ്ക് ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എപ്സ്റ്റീൻ ബാർ വൈറസും ഏതൊക്കെ ക്യാൻസറുകളുമായിട്ടൊരു സസ്പീഷൻ നമുക്ക് തോന്നുന്നുണ്ട്? ബർക്കിറ്റ്സ് ലിംഫോമ, നെയ്സോഫാരിഞ്ചിയൽ ക്യാൻസർ, ഹോഡ്ജ്കിൻസ് ആൻഡ് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. അതുപോലെ ബാക്ടീരിയ കാരണവും നമുക്കൊരു കറക്റ്റ് എവിഡൻസ് ഒന്നും ഇല്ല കേട്ടോ, ഈ ഒരു ബാക്ടീരിയ കാരണം അസുഖം ഉണ്ടാവുന്നു എന്ന്. ബാക്ടീരിയ കാരണം പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി അസുഖങ്ങൾ, ഡിസീസസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇപ്പോഴും നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ബാക്ടീരിയ കാരണം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ ക്യാൻസർ ഏജൻസികൾ, ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ എല്ലാം ഹെലിക്കോബാക്ടീരിയം പൈലോറിയെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. കൂടുതൽ ക്യാൻസർ ഉണ്ടാവുന്നവരിലൊക്കെ ഈ ഹെലിക്കോബാക്ടീരിയം പൈലോറിയെ കാണുന്നുണ്ട്. ഈ ഹെലിക്കോബാക്ടർ പൈലോറിയുമായിട്ട് വയറിനുണ്ടാകുന്ന മാലിഗ്നൻസികൾക്ക് റിലേഷൻ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഒരു ക്രോണിക് ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വന്ന് അങ്ങനെ പിന്നെ അവിടെ വയറിലെ മെറ്റാപ്ലാസ്റ്റിക് ചേഞ്ചസ് ഒക്കെ നടന്ന് വരുമ്പോൾ ഈ ഒരു ബാക്ടീരിയക്ക് നമ്മുടെ ഹെലിക്കോബാക്ടർ പൈലോറിക്ക് ഒരു ലിങ്ക് ഇല്ലേ? നമ്മൾ നേരത്തെ ഏതൊരു വൈറസിന്റെ കാര്യം, എപ്സ്റ്റീൻ ബാർ വൈറസിന് ബർക്കിറ്റ്സ് ലിംഫോമ,
നെയ്സോഫാരിഞ്ചിയൽ ക്യാൻസർ, ഹോഡ്ജ്കിൻസ് ആൻഡ് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയ്ക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഹെലിക്കോബാക്ടർ പൈലോറിക്ക് ഗ്യാസ്ട്രിക്കിൽ എന്തെങ്കിലും ഒരു മാലിഗ്നൻസി ഉണ്ടാക്കാൻ സാധ്യതയില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എറ്റിയോളജി പഠിച്ചു, ബാക്ടീരിയയും വൈറസും. അത് കംപ്ലീറ്റ്ലി പ്രൂവ്ഡും എവിഡൻഷ്യൽ ആയിട്ടൊന്നും അല്ല നമ്മൾ നോക്കുന്നത് അല്ലേ. ഓക്കെ, നമ്മളൊരു ലിങ്ക് ഉണ്ടെന്ന് അനുമാനിക്കുന്നതാണ്, അത് റിസർച്ചിന്റെ കീഴിലാണ്. അടുത്ത ഫിസിക്കൽ ഏജൻസ് നോക്കാം. ഫിസിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നറിയോ? നമ്മുടെ സൺലൈറ്റുമായിട്ടുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ റേഡിയേഷനുമായിട്ടുള്ള എക്സ്പോഷർ, പിന്നെ എന്താണ് ക്രോണിക് ആയിട്ടുള്ള ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. സ്ഥിരമായിട്ട് കുറേ നാൾ ഇറിറ്റേഷൻ ഇൻഫ്ലമേഷൻ വന്ന് ആ അസുഖം നിന്ന് അത് ക്യാൻസർ ആയിട്ട് മാറാം. ടൊബാക്കോയുടെ ഉപയോഗം ക്യാൻസർ ആയിട്ട് മാറാം. അതായത് നമ്മുടെ സണ്ണിന്റെ അൾട്രാവയലറ്റ് റേസ് കൂടുതലായിട്ടും അടിക്കുന്നവരിൽ, ഫെയർ സ്കിൻഡ് അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ഐഡ് പീപ്പിൾ, അവരിലെല്ലാം അപ്പൊ സ്ഥിരമായിട്ട് സൺലൈറ്റ് എക്സ്പോഷർ അടിക്കുന്നവർക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ക്ലൂത്തിങ് സ്റ്റൈല്, സൺസ്ക്രീനിന്റെ ഉപയോഗം, അവരുടെ ഒക്യുപ്പേഷൻ, അവരുടെ ഹാബിറ്റ്, എൻവയോൺമെന്റൽ ഹാബിറ്റ്, അതായത് ഹ്യൂമിഡിറ്റി, ഓൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ഇത് എല്ലാത്തിനും അതൊരു ഘടകമാണ്. എത്രത്തോളം UV ലൈറ്റ് അവരിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് UV റേഡിയേഷൻസ് അടിക്കുന്നവരിൽ, അതായത് സൺലൈറ്റ് കൂടുതലായിട്ട് കൊള്ളുന്നവരിലൊക്കെ സ്കിൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് റേഡിയേഷൻസ്, അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഓരോ അസുഖം കണ്ടുപിടിക്കാനായിട്ട് എക്സ്റേ ഒക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ റേഡിയേഷൻ എടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവരിലെല്ലാം എന്താണ് കുറേ നോക്കുമ്പോഴത്തേക്കും ക്യാൻസറിനുള്ള ഇതുണ്ട്, സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പം പല രീതിയിലുള്ള ഇംപ്രൂവ് ചെയ്ത എക്സ്റേ ടെക്നിക്കുകൾ, എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു റേഡിയേഷന്റെ എക്സ്പോഷർ എല്ലാം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ ചില അസുഖങ്ങൾക്ക് നമ്മൾ റേഡിയേഷൻ തെറാപ്പി ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള റേഡിയേഷൻ തെറാപ്പിയും ആ ഒരു എക്സ്പോഷറും കാരണവും നമുക്ക് പലതരത്തിലുള്ള ലുക്കീമിയ, മൾട്ടിപ്പിൾ മൈലോമ, അതുപോലെ ലങ് ക്യാൻസർ, ബോൺ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, തൈറോയിഡ്, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം സ്ഥിരമായിട്ടൊന്ന് കൂടുതലായിട്ട് സൂര്യപ്രകാശം അടിച്ചാൽ സ്കിൻ ക്യാൻസറിന് സാധ്യതയുണ്ട്. കൂടുതലായിട്ട് ട്രീറ്റ്മെന്റിന്റെ ആവശ്യങ്ങൾക്കെല്ലാം എക്സ്റേയും റേഡിയേഷനും എല്ലാം അടിക്കുമ്പോൾ ലുക്കീമിയയും, മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള അസുഖമാണ്. അത് മൾട്ടിപ്പിൾ സൈറ്റുകളിൽ വരുന്നതാണ് കേട്ടോ. ബോണ്, കിഡ്നി, അങ്ങനെ പല പല സൈറ്റുകളിൽ ബ്ലഡിലും ഒക്കെ വരുന്നതാണ്. അതുപോലെ ലങ്ങിന് ക്യാൻസർ, ബ്രസ്റ്റ്, തൈറോയിഡ് ഒക്കെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാമാണ് ഫിസിക്കൽ ഏജൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, പിന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ? ചില നാച്ചുറൽ ഡീകേ പ്രോസസ്സസ് കാരണം റെഡോൺ ഉണ്ടായാൽ ഈ റെഡോണുമായിട്ടുള്ള സംസർഗവും നമുക്ക് ലങ് ക്യാൻസർ ഒക്കെ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ വീടുകളിൽ തന്നെ ചിലപ്പോൾ ഈ റെഡോൺ ട്രാപ്ഡ് ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വെന്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തോട്ടൊക്കെ പോകും. ഓക്കെ, അപ്പൊ റാഡോണിന്റെ അംശം കൂടുതൽ ഉണ്ടെങ്കിലും നമുക്ക് ലങ് ക്യാൻസർ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫിസിക്കൽ ഏജൻസ് കഴിഞ്ഞു, ബാക്ടീരിയ, വൈറസ് കഴിഞ്ഞു. അടുത്ത കെമിക്കൽ ഏജൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരുവിധം 75% ക്യാൻസറുകൾ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം ചില ഭയങ്കര ഹസാഡസ് ആയിട്ടുള്ള കെമിക്കലുകൾക്ക് ഈ DNA വ്യത്യാസപ്പെടുത്തി DNA മാലിഗ്നന്റ് ആക്കി, DNA ജനറ്റിക് മ്യൂട്ടേഷൻ ഒക്കെ നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള കെമിക്കലുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ലങ്, ലിവർ, കിഡ്നി ഇതിനെല്ലാം അഫക്റ്റ് ആക്കുന്നു കേട്ടോ. കാരണം ഈ ഒരു കെമിക്കലുകൾക്ക് DNA ഓൾട്ടർ ചെയ്ത് ജനറ്റിക് മ്യൂട്ടേഷൻ നടത്താനൊക്കെ സാധിക്കുന്നു. അപ്പൊ ഏറ്റവും പ്രധാനി ആരായിരിക്കും കെമിക്കലുകളിൽ? നമ്മുടെ സിഗരറ്റ് സ്മോക്ക് അല്ലേ, ടൊബാക്കോ സ്മോക്ക്. പാസീവ് സ്മോക്കിംഗ് ഓൾസോ ഡേഞ്ചറസ്. പാസീവ് ടൊബാക്കോ സ്മോക്ക് ആണ് ഏറ്റവും സിംഗിൾ മോസ്റ്റ് ലീതൽ കെമിക്കൽ കാർസിനോജൻ. ഒരുവിധം 30% ക്യാൻസർ ഡെത്തും ഉണ്ടാക്കുന്നയാള് ടൊബാക്കോ സ്മോക്കാണ്. ഓക്കെ, അപ്പൊ സ്മോക്കിംഗ് ആണ് ഈ ലങ് ക്യാൻസർ, ഹെഡ്, നെക്ക്, ഈസോഫീഗസ്, സ്റ്റൊമക്, പാൻക്രിയാസ്, സെർവിക്സ്, കിഡ്നി, ബ്ലാഡർ, അതുപോലെ നമ്മുടെ ലുക്കീമിയ, ഇങ്ങനെ പല ക്യാൻസറിനും കാരണമാവുന്നുണ്ട്. സ്മോക്കിംഗ് കാരണം ലങ് ക്യാൻസർ മാത്രമല്ല പല തരത്തിലുള്ള ക്യാൻസേഴ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ടൊബാക്കോ സ്മോക്ക് പറയുന്നുണ്ട്. 30%-ലധികവും മരണം, മോർട്ടാലിറ്റി ഉണ്ടാവുന്നത്, ക്യാൻസർ കാരണം ഉണ്ടാവുന്നത് ഈ ഒരു ടൊബാക്കോ സ്മോക്ക് എന്ന് പറയുന്ന മോസ്റ്റ് പൊട്ടന്റ് കെമിക്കൽ കാർസിനോജൻ ആണ്. ഇനി ടൊബാക്കോയുടെ കൂടെ തന്നെ നമുക്കറിയാം, ടൊബാക്കോയുടെ കൂടെ തന്നെ നമ്മുടെ ആൽക്കഹോള് അപകടകാരിയാണ്. ആസ്ബെറ്റോസ്, യുറേനിയം, വൈറസസ്, ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമ്മുടെ ക്യാൻസർ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ
ടൊബാക്കോ ചൂയിങ്ങും ഉണ്ട് അല്ലേ, നമ്മുടെ പുകയില മുറുക്കാനൊക്കെ പുകയിലയൊക്കെ യൂസ് ചെയ്യുന്നതും ഓറൽ ക്യാവിറ്റി ക്യാൻസറുകൾക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, അത് കൂടുതലും ആണുങ്ങളിൽ തന്നെയാണ്. യങ്ങർ ദാൻ 40 ഇയേഴ്സ് ഓഫ് ഏജിൽ വരെയും കാണുന്നുണ്ട് അല്ലേ. ഇപ്പൊ പലതരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്, ഷാമ്പൂ മുതലായവയൊക്കെ വളരെ യങ് ആയിട്ടുള്ള യൂത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ ടൊബാക്കോ ചെയ്യുന്നതിലൂടെയും ഇങ്ങനെ അങ്ങനത്തെ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നതിലൂടെയും എല്ലാം ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ് വളരെ കോമൺ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഒക്യുപ്പേഷനൽ വഴി നമ്മുടെ വർക്ക് പ്ലേസിലുള്ള പല സബ്സ്റ്റൻസസും കാർസിനോജനുകളാണ് അല്ലെങ്കിൽ കാർസിനോജനുകളാണ്. നമ്മുടെ ഒക്യുപ്പേഷനിലുള്ള വർക്ക് പ്ലേസിലുള്ള പല കാര്യങ്ങളും എന്താണ്, കാർസിനോജൻസ് അല്ലെങ്കിൽ കാർസിനോജൻസ് ആണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനി നമ്മുടെ ബാക്ടീരിയ ആൻഡ് വൈറസ് കണ്ടു, ഫിസിക്കൽ ഏജൻസ് കണ്ടു, കെമിക്കൽ ഏജൻസ് കണ്ടു. ഇനി അടുത്ത പ്രധാനിയായിട്ടുള്ളത് ആരാണെന്നറിയോ? ജെനറ്റിക്സ് ആൻഡ് ഫെമിലിയൽ ഫാക്ടേഴ്സ്. അതാണ് ഏറ്റവും പ്രധാനി അല്ലെ. ഒരുവിധം എല്ലാ ഫാമിലികളിലും ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്യാൻസർ ടൈപ്പ് ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഒരു ഫീവർ കോൾഡും പോലെ ഹോസ്പിറ്റലിൽ ഈ ക്യാൻസർ കേസസ് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇപ്പൊ എല്ലാവിധ ഹോസ്പിറ്റൽസിലും ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു റീസൺ നമ്മുടെ ജെനറ്റിക്സ് പറയാം, ഷെയർഡ് എൻവയോൺമെന്റ്, കൾച്ചറൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ജെനറ്റിക് ഫാക്ടേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ക്യാൻസർ ഇങ്ങനെ നമ്മൾ ഇൻസിഡൻസ് ഒക്കെ കണ്ടു അല്ലെ. ക്യാൻസറിന്റെ കേസസ്, പുതിയ ക്യാൻസർ കേസസ് ദിനം പ്രതി കൂടി വരികയാണ്. ഓക്കെ, പലതരത്തിലുള്ള ജീനുകൾ നമ്മുടെ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നമ്മുടെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ജെനറ്റിക് ചേഞ്ചസ് ഒരു 3 തരത്തിലുള്ള ജീനുകളെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് പ്രോട്ടോ ഓങ്കോജീൻസ്, ട്യൂമർ സപ്രസർ ജീൻസ്, DNA റിപ്പയർ ജീൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് കേട്ടോ ഈ ജീനുകൾ കാരണം. അതിനെയാണ് നമ്മൾ ഡ്രൈവേഴ്സ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസറിന്റെ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് ഈ ജീനുകളാണ്. അപ്പൊ ഈ ജീനുകൾ കാരണം ക്യാൻസർ ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ് മെയിൻ ജീനുകൾ? പ്രോട്ടോ ഓങ്കോജീൻസ്, ട്യൂമർ സപ്രസർ ജീൻസ്, DNA റിപ്പയർ ജീൻസ്. ഏതൊക്കെയാണ്? പ്രോട്ടോ ഓങ്കോജീൻസ്, tumor suppressor genes and DNA repair genes. These are the three main types of genes that act as the drivers of cancer. Okay, അപ്പൊ അതിൽ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ എന്താണ്? പ്രോട്ടോ ഓങ്കോജീൻസ്. ഈ പ്രോട്ടോ ഓങ്കോജീൻസ് എന്ന് പറയുന്നത് നോർമൽ സെൽ ഗ്രോത്തിനും ഡിവിഷനും വേണ്ടതാണ് കേട്ടോ. പക്ഷേ ചിലപ്പോൾ അവർ ഓൾട്ടർ ആയി കഴിഞ്ഞാൽ അവർ നോർമലിൽ നിന്നും ആക്റ്റീവായിട്ട് അവരെന്തായി മാറും? കാർസിനോജനുകളായി മാറും, ഓങ്കോജീനുകളായി മാറി അവർ പെട്ടെന്ന് ഗ്രോ ചെയ്യും. ഓക്കെ, അപ്പൊ അവർ നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കും, പ്രോട്ടോ ഓങ്കോജീനായിട്ടിരിക്കും. അവർ പിന്നെ ഓങ്കോജീനുകളായിട്ട് മാറും. ഓക്കെ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർ കുറച്ചുകൂടി നോർമലിനെക്കാളും അവർ കുറച്ചുകൂടി ഹൈപ്പർ ആക്റ്റീവായി മാറും. അപ്പൊ അവരെന്തായി മാറും? ഓങ്കോജീനുകളായി മാറും. അപ്പൊ പ്രോട്ടോ ഓങ്കോജീൻസ് നോർമൽ ആണ്, അവർക്ക് ഓൾട്ടറേഷൻ വന്ന് അവരെന്തായി മാറും? ഓങ്കോജീനായി മാറും. ഓങ്കോജീനായിട്ട് മാറിയിട്ട് അവർ സെല്ലിനെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത് അവരുടെ നമ്മുടെ നോർമൽ ഗ്രോത്തിനെയൊക്കെ കടത്തി വെട്ടി അവർ ക്യാൻസറസ് ആയി മാറുന്നു അല്ലെ, പ്രോട്ടോ ഓങ്കോജീൻസ്. ഇനി അടുത്തതായിട്ട് ട്യൂമർ സപ്രസർ ജീൻസ്. ഓക്കെ, അതും നമ്മുടെ സെൽ ഗ്രോത്തിനും അതുപോലെ സെൽ ഡിവിഷനിലും ഒക്കെ ഇൻവോൾവ് ആണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഒക്കെ വരുമ്പോൾ അവർ അൺകൺട്രോൾഡ് മാനറിലോട്ടായി മാറും, ട്യൂമർ സപ്രസർ ജീനുകൾ. ഓക്കെ, അടുത്തത് DNA റിപ്പയർ ജീൻസ്. അവരും നമ്മുടെ DNAക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലേ അത് ഫിക്സ് ചെയ്യാനൊക്കെ DNAക്ക് റിപ്പയർ ചെയ്യാനുള്ള ആൾക്കാരാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ ഇവിടെ മ്യൂട്ടേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവരിലും വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവരിൽ നമ്മൾ പറഞ്ഞു ക്രോമസോമൽ അബ്നോർമാലിറ്റികൾ വരും അല്ലെ, ഡിലീഷൻ, ഡ്യൂപ്ലിക്കേഷൻസ്, മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ക്യാൻസറസ് ആയി മാറുന്നു. അപ്പൊ 3 തരത്തിലുള്ള ജീനുകളാണ്: പ്രോട്ടോ ഓങ്കോജീൻസ്, ട്യൂമർ സപ്രസർ ജീൻസ്, DNA റിപ്പയർ ജീൻസ് അല്ലെ. നമ്മൾ പിന്നെ ഒരു പ്രോസസ്സ് പഠിച്ചിരുന്നു ഈ ക്യാൻസറിൽ വരുന്നത്, ആൻജിയോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെ. ഈ ട്യൂമറുകൾ അവർക്ക് കൂടുതൽ ഓക്സിജൻ ന്യൂട്രീഷൻ കിട്ടാനായിട്ട് കൂടുതലായിട്ട് കാപ്പിലറീസിന് ഉണ്ടാക്കും, പുതിയ ബ്ലഡ് വെസലുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ആൻജിയോജെനിസിസ്. അപ്പൊ അതും തടഞ്ഞാൽ മാത്രമേ ട്യൂമറിനെ നമുക്ക് സപ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടാകുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ബർക്കിഡ്സ് ലിംഫോമ, പിന്നെ ഒന്ന് ക്രോണിക് മൈലോജീനസ് ലുക്കീമിയ, മെനിഞ്ചിയോമ, അക്യൂട്ട് ലുക്കീമിയ, റെറ്റിനോബ്ലാസ്റ്റോമ, വിൽംസ് ട്യൂമർ, സ്കിൻ ക്യാൻസർ, മാലിഗ്നന്റ് മെലനോമ മുതലായവയാണ്.
മനസ്സിലായോ? യെസ്. അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കി നമ്മുടെ ഫാമിലികളിൽ തന്നെ ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോം അല്ലെ, ഹെറിഡിറ്ററി ആയിട്ട് ക്യാൻസറുകൾ മിക്കവാറും ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ ഇങ്ങനെ മുതലായവയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു നമ്മുടെ തൊട്ടടുത്ത ക്യാൻസർ ഇൻ 2 or more ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരേ ടൈപ്പ് ഓഫ് ക്യാൻസർ ചിലപ്പോൾ നമുക്ക് പല ഫാമിലി മെമ്പേഴ്സിൽ കാണാം. പിന്നെ ഒരേ ഇൻഡിവിജ്വൽ ഫാമിലി മെമ്പേഴ്സിന് തന്നെ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ക്യാൻസർ കാണാം. പിന്നെ ചിലപ്പോൾ റെയർ ക്യാൻസർ, റെയർ ആയിട്ടുള്ള മൾട്ടിപ്പിൾ മൈലോമ മുതലായവയൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് തന്നെ നമ്മൾ ക്യാൻസർ ഫാമിലിയിൽ റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിൽ തന്നെ ചിലപ്പോൾ റെയർ ആയിട്ടുള്ള ഒരു ക്യാൻസർ 1-2 പേരിൽ, അല്ലെങ്കിൽ ഒരേ ക്യാൻസർ ഒരേ പേരിൽ, അങ്ങനെ പിന്നെ 50 വയസ്സിൽ നേരത്തെയുള്ള യങ്ങർ ദാൻ 50 വയസ്സിന് താഴെയുള്ളവരിലൊക്കെ നേരത്തെ തന്നെ നമുക്ക് ക്യാൻസർ കണ്ടുപിടിക്കുന്നു. അത് ചിലപ്പോൾ ആ ഫാമിലിയിൽ തന്നെ മുന്നേ ഉണ്ടായിരുന്നവർക്ക് അതേ ക്യാൻസർ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വേറെ ക്യാൻസർ. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഇങ്ങനെ ഫാമിലിയിൽ ഫെമിലിയലായിട്ട് റൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോമുകളിൽ പെട്ടതാണ് ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസർ സിൻഡ്രോം, ഹെറിഡിറ്ററി ഒവേറിയൻ ക്യാൻസർ സിൻഡ്രോം, അതാണ് BRCA1, BRCA2, പിന്നെ മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലേസിയ സിൻഡ്രോം, മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലേസിയ സിൻഡ്രോം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള ക്യാൻസർ സിൻഡ്രോമുകൾ, ഹെറിഡിറ്ററി ആയിട്ടുള്ള ക്യാൻസർ സിൻഡ്രോമുകളിൽ പെട്ടതാണ്. ഏതാണ്? BRCA, ഏതൊക്കെ കണ്ടു? BRCA1, BRCA2, MEN1, MEN2. എന്താണ് BRCA1? അതായത് ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസർ സിൻഡ്രോം BRCA1ഉം BRCA2ഉം ഉണ്ട്. പിന്നെ മെൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലേസിയ 1ഉം 2ഉം. അപ്പോൾ ഇതെല്ലാം ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോമുകളാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസർ ജീനുകളാണ്, നമ്മുടെ ട്യൂമർ സപ്രസർ ജീനുകളാണ് ഈ BRCA1 and 2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഹെറിഡിറ്ററി ആയിട്ടുള്ള ക്യാൻസർ സിൻഡ്രോമുകളാണെന്ന് പറയാം. ഇനി നമുക്ക് ഡയറ്ററി ഫാക്ടേഴ്സ് പറഞ്ഞൂടെ? അതും പലതരത്തിലുള്ള ക്യാൻസറുമായിട്ട് ലിങ്ക്ഡ് ആണ്. പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ, ഡയറ്ററി സബ്സ്റ്റൻസും നമുക്ക് പ്രോ ആക്റ്റീവാണ്, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്യാൻസർ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുണ്ട്. ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജനിക് ഉണ്ട്, ക്യാൻസർ ഉണ്ടാക്കാൻ സഹായിക്കുന്നവയുടെ കൂടെ നിൽക്കുന്നത് കോ കാർസിനോജനിക് ഉണ്ട്. അപ്പോൾ ഈ കാർസിനോജനുകൾ അല്ലെങ്കിൽ കോ കാർസിനോജനുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ആബ്സെൻസ്, ക്രോണിക് ആബ്സെൻസ്, ഇതെല്ലാം ക്യാൻസറിന്റെ റിസ്ക് കൂട്ടാം. കാർസിനോജനുകൾ നമ്മൾ കൂടുതൽ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തു, അല്ലെങ്കിൽ കോ കാർസിനോജനുകൾ ഇൻക്ലൂഡ് ചെയ്തു, അല്ലെങ്കിൽ ക്യാൻസറിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നവ നമ്മൾ കഴിക്കാതിരുന്നാലും നമുക്ക് ക്യാൻസർ വരാം. ഓക്കെ. അപ്പോൾ ഈ ക്യാൻസറിന്റെ റിസ്ക് കൂട്ടുന്ന ഡയറ്ററി സബ്സ്റ്റൻസിൽ പെടുന്നതാണ് ഫാറ്റുകൾ, ആൽക്കഹോളുകൾ, സോൾട്ട് ക്യൂർഡ് അല്ലെങ്കിൽ സ്മോക്ഡ് മീറ്റ്, നൈട്രേറ്റ് കണ്ടെയ്നിങ് ആൻഡ് നൈട്രൈറ്റ് കണ്ടെയ്നിങ് ഫുഡ്സ് ആൻഡ് റെഡ് ആൻഡ് പ്രോസസ്ഡ് മീറ്റ്, റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ് മുതലായവ. അപ്പോൾ ഇതെല്ലാമാണ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഡയറ്ററി ഫാക്ടേഴ്സുകൾ. ഓക്കെ. നമുക്കറിയാം ആൽക്കഹോൾ സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മൗത്തിൽ ഫാരിങ്സ്, ലാരിങ്സ്, ഈസോഫേഗസ്, ലിവർ, കോളോറെക്ടം, ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഉണ്ടാകാം. ആൽക്കഹോൾ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കണം അല്ലേ? നമ്മൾ മെൻ ഒരു നോ മോർ ദാൻ ഒരു 2 drinks per day for men and 1 drink per day for women. നമ്മുടെ US-ലോട്ടൊക്കെ വിമണും കൺസ്യൂം ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ലങ് ക്യാൻസർ, ഇസോഫീജിയൽ, സ്റ്റൊമക്ക്, കോളോറെക്ടൽ ക്യാൻസറുകളൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ കൂടുതലായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും. പക്ഷേ ഇപ്പം അതും പേടിയാണല്ലേ, നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടങ്ങിയതായതുകൊണ്ട് ഫ്രൂട്ട്സും. എന്നാലും നമ്മൾ മാക്സിമം വീടുകളിലൊക്കെ തന്നെ വെജിറ്റബിൾസ് എല്ലാം കൃഷി ചെയ്ത് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ് കഴിഞ്ഞു, അടുത്ത നമ്മുടെ ഡയറ്ററി ഫാക്ടേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഹോർമോണൽ ഏജൻസ്, അതായത് നമ്മുടെ ഹോർമോണൽ ബാലൻസിലുള്ള ഡിസ്റ്റർബൻസുകൾ, അത് ഉള്ളിലുള്ളതും അല്ലെങ്കിൽ എക്സോജീനസും, എൻഡോജീനസ് അല്ലെങ്കിൽ എക്സോജീനസ് ഘടകങ്ങൾ കാരണം ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ട് ട്യൂമർ ഗ്രോത്തിനുള്ള സാധ്യതയുണ്ട്. അതിൽ വരുന്നതാണ് ബ്രസ്റ്റിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ്, യൂട്രസ് മുതലായവ. ഓക്കെ. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഹോർമോണുകളിലെ വ്യത്യാസം കാരണം ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ ഒക്കെ വരാം. പിന്നെ ചിലർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലും ക്യാൻസറിന്റെ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഏതാണ്? എറ്റിയോളജിയാണ്. ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്ന് ബാക്ടീരിയൽ ആൻഡ് വൈറൽ കണ്ടു, ഫിസിക്കൽ ഏജൻസ് കണ്ടു, കെമിക്കൽ ഏജൻസ് കണ്ടു, ജനറ്റിക് ആൻഡ് ഫെമിലിയൽ ഫാക്ടേഴ്സ് കണ്ടു, ഡയറ്ററി ഫാക്ടേഴ്സ് കണ്ടു, ഹോർമോണൽ ഫാക്ടേഴ്സ് കണ്ടു. ഇത്രയുമാണ് നമ്മൾ എറ്റിയോളജിയുടെ ഹെഡിങ്ങിൽ പഠിച്ചത് അല്ലേ?
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട MCQs നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following viruses is highly suspected as a cause of Burkitt's lymphoma? Human papilloma virus, Epstein-Barr virus, hepatitis B virus, human immunodeficiency virus. ഏതാണ്? Yes, that is EB virus, Epstein-Barr virus. അടുത്തത്, Helicobacter pylori has been identified as a definite cause of which type of cancer? Liver cancer, gastric malignancy, lung cancer, colon cancer. ഏതാണ്? അതേ gastric malignancy. അടുത്തത്, which of the following is not considered a category of agents involved in carcinogenesis? Viruses and bacteria, physical agents, genetic or familial factors, neurological disorders. നോട്ട് ആണ്. ഏതാ വരാത്തത്? അതേ neurological disorders. അടുത്തത്, what is the primary mechanism through which viruses may contribute to carcinogenesis? Directly killing host cells, incorporating themselves into a genetic structure of cells, producing toxic metabolites, disrupting the endocrine system. എന്താണ് പ്രൈമറി മെക്കാനിസം? അതെ, നമ്മുടെ സെല്ലിൻ്റെ ജനറ്റിക് സ്ട്രക്ചർ വ്യത്യാസം വരുത്തുന്നതാണ്. അത് കാരണമാണ് വൈറസുകൾ കൂടുതൽ കാർസിനോജെനസിസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ഏജൻറ്റ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സ്കിൻ ക്യാൻസർ? അയണൈസിംഗ് റേഡിയേഷൻ, എക്സസീവ് അൾട്രാവയലറ്റ് റേഡിയേഷൻ എക്സ്പോഷർ, ക്രോണിക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, കെമിക്കൽ എക്സ്പോഷർ. ഏത് കാരണമാണ്? അതെ, എക്സസീവ് അൾട്രാവയലറ്റ് റേഡിയേഷൻ എക്സ്പോഷർ. What is the most common source of background radiation that has been linked to lung cancer? ഏതായിരുന്നു? റെഡോൺ അല്ലെ, റെഡോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements about radiation exposure is true? Only nuclear power plant workers are at risk. Radiation therapy is not linked to any form of cancer. Ionizing radiation is associated with leukemia and thyroid cancer. X-ray procedures increase the cancer risk significantly. ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അതെ, ഒള്ളി വരുമ്പോൾ മിക്കവാറും അത് ശരിയല്ല. നേരെ വായിച്ചു നോക്കുക. റേഡിയേഷൻ തെറാപ്പി കാരണം വരാൻ സാധ്യതയുണ്ട്, അതും തെറ്റാണ്. എക്സ്റേ പ്രൊസീജിയേഴ്സ് ഇൻക്രീസ് ക്യാൻസർ റിസ്ക് സിഗ്നിഫിക്കൻ്റ്ലി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് എക്സ്റേ ഒക്കെ കുറച്ച് ഹാംലെസ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ലേറ്റസ്റ്റ്. പക്ഷെ ഇത് ശരിയല്ലേ? ഇത് ശരിയാണ്. അയണൈസിങ് റേഡിയേഷൻ കാരണം ഇല്ലേ ലുക്കീമിയ, തൈറോയിഡ് ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. വിച്ച് ലൈഫ് സ്റ്റൈൽ ഫാക്ടർ ഈസ് എ മേജർ കോൺട്രിബ്യൂട്ടർ ടു ലങ് ക്യാൻസർ? Alcohol consumption, tobacco use, high sugar diet, excessive caffeine consumption. Yes, tobacco use അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ്. Which of the following contributes to an increased risk of skin cancer? Wearing long sleeved clothing outdoors, using a high SPF sunscreen regularly, living in areas with high altitude and low humidity, avoiding sun exposure between 10 AM and 4 PM. സ്കിൻ ക്യാൻസർ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളത് എപ്പോഴാണ്? അതെ, നല്ല ഹ്യൂമിഡിറ്റിയും ഓൾട്ടിറ്റ്യൂഡിലൊക്കെ താമസിക്കുന്നവരിൽ ഉണ്ടാവാൻ സാധ്യത, സ്ഥിരമായിട്ട് സൺലൈറ്റ് എക്സ്പോഷർ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻസേഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എക്സ്പോഷർ ടു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്? ബ്രസ്റ്റ് ക്യാൻസർ, മൾട്ടിപ്പിൾ മൈലോമ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ. ഏതാണ്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുമായിട്ട് കൂടുതൽ എക്സ്പോഷർ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് മൾട്ടിപ്പിൾ മൈലോമ. What is a possible mechanism by which bacteria could contribute to cancer? Bacteria induce chronic inflammatory reactions. Bacteria directly alter the DNA of human cells. Bacteria suppress immune function entirely. Bacteria increase oxygen level in tissues. Bacteria cancer ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് അതേ ബാക്ടീരിയ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ക്യാൻസറിലോട്ട് വരാം. എക്സാമ്പിൾ ഹെലിക്കോബാക്ടർ പൈലോറി ഗ്യാസ്ട്രിക് മാലിഗ്നൻസി ഉണ്ടാക്കുന്നത്. Which type of radiation is specifically linked to an increased risk of lung cancer? ഏതാണ്? റെഡോൺ അല്ലെ, റെഡോൺ റേഡിയേഷൻ. അടുത്തത്, which of the following cancers has been linked to EB virus, Epstein-Barr virus? Cervical cancer, Hodgkin's lymphoma, prostate cancer, ovarian cancer. ഏതാണ്? അതെ, Hodgkin's lymphoma. Which chemical agent is not commonly associated with carcinogenesis? ആസ്ബറ്റോസ് വരാം, ബെൻസീൻ വരാം, ടൊബാക്കോ ടാർ വരാം. വരാത്തത് ഏതാണ്? വാട്ടർ വേപ്പർ. അടുത്തത്, വിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ബൈ ദി ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ആസ് എ കോസ് ഓഫ് ക്യാൻസർ? ഏത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് പറയുന്നത്? അതെ, ഹെലിക്കോബാക്ടർ പൈലോറി. ഏതാണ്? ഗ്യാസ്ട്രിക് മാലിഗ്നൻസി അല്ലെ, CS സ്റ്റൊമക്ക് ഒക്കെ ഉണ്ടാക്കാം.
Which of the following factor is not associated with an increased risk of skin cancer? Fair skin and blue eyes, chronic sun exposure, use of high SPF sunscreen, latitude and altitude. ഏതാണ്? യൂസ് ഓഫ് നോട്ടാണ് കേട്ടോ. യൂസ് ഓഫ് ഹൈ SPF സൺസ്ക്രീൻ അല്ല, ബാക്കിയെല്ലാം വരാം. ഫെയർ സ്കിൻ ആൻഡ് ബ്ലൂ ഐസ് ഉണ്ടെങ്കിലും, എപ്പോഴും സൺ എക്സ്പോഷർ ഉണ്ടെങ്കിലും, ലാറ്റിറ്റ്യൂഡും ഓൾട്ടിറ്റ്യൂഡും ഉണ്ടെങ്കിലും ഒക്കെ സ്കിൻ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ക്യാൻസേഴ്സ് ആർ തോട്ട് ടു ബി റിലേറ്റഡ് ടു എൻവയോൺമെന്റ്? എത്രയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു? യെസ്, ഇറ്റ് ഇസ് 75%. Which organ system is most often affected by chemical carcinogen due to its role in detoxification? കൂടുതലായിട്ട് കെമിക്കൽ കാർസിനോജനുമായിട്ട് അഫെക്ഷൻ വരുന്നത് ആർക്കാണ്? ലങ്ങിനും ലിവറിനുമാണ് കേട്ടോ. രണ്ടും ആൻസർ ആയിട്ട് വരാം. വിച്ച് കെമിക്കൽ ഈസ് കൺസിഡേർഡ് ടു ബി ദ സിംഗിൾ മോസ്റ്റ് ലീതൽ കെമിക്കൽ കാർസിനോജൻ? നമ്മൾ പറഞ്ഞിരുന്നു, അത് ടൊബാക്കോ സ്മോക്ക് ആണ്. സ്മോക്കിംഗ് ഈസ് സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് ഓൾ ഓഫ് ദ ഫോളോയിങ് ക്യാൻസേഴ്സ് എക്സെപ്റ്റ് ലങ്, സെർവിക്സ്, ബ്രെയിൻ, ഈസോഫേഗസ്. ബ്രെയിൻ അങ്ങനെ നമ്മളിതിൽ പറയാറില്ല അല്ലെ, സ്മോക്കിങ്ങുമായി റിലേറ്റ് ചെയ്ത്. ബാക്കി ലങ്ങും സെർവിക്സും ഈസോഫേഗലും ഒക്കെ പറയാം. Which substance can act synergistically with tobacco to promote cancer development? Alcohol, asbestos, virus. ഏതാ വരെ ആൻസർ ആയിട്ട്? എല്ലാം ആൻസർ ആയിട്ട് വരാം. ആൽക്കഹോൾ വരാം, ആസ്ബെറ്റോസ് വരാം, അതുപോലെ വൈറസും വരാം. Chewing tobacco is primarily associated with which type of cancer? Lung cancer, liver cancer, oral cavity cancer and pancreatic cancer. നമുക്കറിയാം അല്ലേ, പുകയിലൊക്കെ ചവയ്ക്കുന്നത് ഓറൽ കാവിറ്റി ക്യാൻസറിന് കാരണമാവുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ ജനറ്റിക് ആൻഡ് ഫെമിലിയൽ ഫാക്ടേഴ്സ് ഇൻ ക്യാൻസർ ഡെവലപ്മെന്റ്? All cancers are hereditary. Genetic factors never contribute to cancer development. Every cancer type has been shown to run in families. അല്ലേ, അതെ, ഒരുവിധം ക്യാൻസറുകളെല്ലാം ഫാമിലീസിൽ ഉണ്ടാവാറുണ്ട്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻസേഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ജെനറ്റിക് അബ്നോർമാലിറ്റീസ്? നമ്മൾ കുറേ തരത്തിലുള്ള ക്യാൻസർ വന്നു, ഇതെല്ലാം വരാം. ബർക്കിറ്റ്സ് ലിംഫോമ, വിൽസ് ട്യൂമർ, മാലിഗ്നന്റ് മെലനോമ എല്ലാം ജെനറ്റിക്കൽ ആവാം. വിച്ച് ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോം ഈസ് അസോസിയേറ്റഡ് വിത്ത് BRCA1 ആൻഡ് BRCA2 മ്യൂട്ടേഷൻ? ഏതാണ്? ബ്രസ്റ്റ് ക്യാൻസർ ജീനുകൾ, അതെ, ഹെറിഡിറ്ററി ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ സിൻഡ്രോം. Which of the following dietary substance has been linked to an increased risk of cancer? റെഡ് മീറ്റ് ഒക്കെ കുറേ കഴിക്കുന്നത്, റെഡ് ആൻഡ് പ്രോസസ്ഡ് മീറ്റ്. എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ ഇൻക്രീസസ് വിച്ച് ടൈപ്പ് ഓഫ് ക്യാൻസർ? കൂടുതൽ ആൽക്കഹോൾ കഴിച്ചാൽ കോളോറെക്ടലും ബ്രസ്റ്റും ഈസോഫേജിയലും ഒക്കെ വരാം. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. വിച്ച് ഡയറ്ററി ഹാബിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിക്രീസ്ഡ് റിസ്ക് ഓഫ് ലങ്, എസോഫേഗിയൽ, സ്റ്റൊമക് ആൻഡ് കോളോറെക്ടൽ ക്യാൻസർ? ഏത് ഹാബിറ്റ് കാരണമാണ് ഈ ക്യാൻസറുകൾ കുറയാൻ സാധ്യതയുള്ളത്? അതേ, കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. വിച്ച് ടൈപ്പ് ഓഫ് ക്യാൻസർ ഈസ് പ്രൊമോട്ടഡ് ബൈ ഹോർമോണൽ ഇംബാലൻസ് കാരണം വരാൻ സാധ്യതയുള്ള ക്യാൻസർ ഏതാണ്? അതെ, ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ ആണ്. വാട്ട് ഈസ് എ റിക്കമെൻഡഡ് ആൽക്കഹോൾ ലിമിറ്റ് പെർ ഡേ ടു റെഡ്യൂസ് ദ ക്യാൻസർ റിസ്ക്? ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കാൻ ആൽക്കഹോൾ ലിമിറ്റ് എത്രയായിരിക്കണം ഒരു ദിവസം? No more than 2 drinks for men and 1 drink for women. Which of the following condition increase the risk of developing cancer? Chronic bacterial infections, immunocompromised state, chronic exposure to radiation. ഇതെല്ലാം വന്നൂടെ? അപ്പോൾ ആൻസർ വരിക ഡി ഓപ്ഷൻ ആണ്, all of the above. Which of the following dietary substance is considered protective against cancer? Nitrate containing foods, salt cured meat, fruits and vegetables, processed food. ഇതിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന പ്രൊട്ടക്റ്റീവ് ഫുഡുകൾ എന്ന് വിളിക്കാൻ പറ്റുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. ഇനി അസേർഷൻ റീസണിംഗ് നോക്കാം. ടൊബാക്കോ സ്മോക്ക് ഈസ് കൺസിഡർഡ് ദ സിംഗിൾ മോസ്റ്റ് ലീതൽ കെമിക്കൽ കാർസിനോജൻ. സ്മോക്കിംഗ് ഈസ് സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് ക്യാൻസേഴ്സ് ഓഫ് ലങ്, ഹെഡ് ആൻഡ് നെക്ക്, ഈസോഫേഗസ്, സ്റ്റൊമക്, പാൻക്രിയാസ്, സെർവിക്സ്, കിഡ്നി, ബ്ലാഡർ. എന്താണ്? രണ്ടും ശരിയല്ലേ? ടൊബാക്കോ സ്മോക്ക് സിംഗിൾ ലീതലാണ്, അത് കാരണം ഇങ്ങനെ ഇത്രയും സംഭവം ക്യാൻസറുകളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ രണ്ടും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. Chewing tobacco is linked to cancers of oral cavity, particularly in men younger than 40 years of age. Tobacco contains chemical carcinogens that can cause DNA mutations and promote cancer development. രണ്ടും ശരിയാണല്ലേ? ചൂയിങ് ടൊബാക്കോ കാരണമാണ് 40 വയസ്സിൽ താഴെ ക്യാൻസർ ഉണ്ടാവുന്നത്. അതിന് കാരണം അതിൽ കെമിക്കൽ കാർസിനോജൻ ഉള്ളത് കൊണ്ടാണ്. രണ്ടും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്.
The liver, lungs and kidney are the organ systems most often affected by hazardous chemicals. These organs are primarily responsible for detoxifying chemicals in the body. രണ്ടും ശരിയാണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. Genetic factors alone determine the likelihood of developing cancer. Cancer development is influenced by genetics, shared environment, lifestyle and chance. ആദ്യത്തത് തെറ്റല്ലേ? ജനറ്റിക് ഫാക്ടർ കാരണം മാത്രമല്ല അല്ലേ? പക്ഷെ ഇത് രണ്ടാമത്തത് ശരിയാണ്. അപ്പോൾ എ ഫോൾസ് ആണ്, 6 ട്രൂ ആണ്. ഓക്കെ. Hereditary cancer syndromes often involve early onset of cancer in individuals younger than 50 years of age. Hereditary cancers are linked to genetic mutations passed from parents to offspring, increasing the risk of developing cancer at an early stage. ശരിയാണല്ലേ? അത് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം 50 വയസ്സിന് താഴെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോമുകൾ കാരണമാണ്. അപ്പം അത് രണ്ടാമത്തത് ശരിയായ എക്സ്പ്ലനേഷനുമാണ്. Hereditary breast and ovarian cancer syndrome is linked to BRCA1 and BRCA2 gene mutations. Genetic testing can identify individuals at higher risk for breast and ovarian cancer, allowing for early intervention and risk management. എന്താണ്? അതെ, രണ്ടും ശരിയാണ് അല്ലെ? രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. BRCA1ഉം BRCA2ഉം ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ബ്രസ്റ്റും ഒവേറിയൻ ക്യാൻസർ സിൻഡ്രോമുമായിട്ട് ലിങ്ക്ഡ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? അപ്പോൾ രണ്ടും നല്ല കെയർഫുള്ളി വായിച്ചു നോക്കുക. ആദ്യത്തെ രണ്ട് ശരിയാണോ നോക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കേണ്ടത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ എന്ന് നോക്കുക. ഓക്കെ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമുക്ക് അറിയേണ്ടത് ഇൻകറക്റ്റ് ആണ്. നമുക്ക് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നമ്പേഴ്സ് ഇട്ടിട്ടില്ല കേട്ടോ, നമ്പേഴ്സ് ഇട്ടേക്കണേ. Viruses are easy to isolate and study as a direct causes of cancer. Virus can incorporate themselves into the genetic structure of cells, potentially leading to cancer. Epstein-Barr virus is linked to Burkitt lymphoma and nasopharyngeal cancer. Human papilloma virus is associated with cervical cancer. അപ്പോൾ ഇതിൽ തെറ്റാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്? നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ തെറ്റാണെന്ന് മനസ്സിലായല്ലേ? അപ്പോൾ ഇതിൽ 1 ഓപ്ഷൻ വരുന്നത് 3ലും ഉണ്ട് 1. അപ്പം നമുക്ക് വായിച്ചു നോക്കേണ്ടി വരും. ഇവിടെ നമ്മൾ വായിച്ചു നോക്കേണ്ടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ അതെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം 2 വന്നതെല്ലാം കളയാം, ഇത് കളയാം. പിന്നെ നമുക്ക് 3 വായിച്ചു നോക്കാം. 3 വായിച്ചപ്പോൾ എന്താണ്? ശരിയാണ്. അപ്പം അതും വേണ്ട. അപ്പം നമുക്ക് ഇത് തന്നെയാണ് ആൻസർ എന്ന് വരുന്നു. ഓക്കെ. അപ്പം 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്തതും ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നമ്പർ ഇട്ടേക്കണേ. Helicobacter pylori is the first bacterium identified as a definite cause of cancer in humans. Chronic inflammatory reactions caused by bacteria may contribute to carcinogenesis. All bacterial infections have been proven to cause cancer. Helicobacter pylori is linked to gastric malignancy and changes in gastric mucosa. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 1 ശരിയല്ലേ? 1 ശരിയാണ്. അപ്പോൾ 1 വന്ന ഓപ്ഷൻസ് എല്ലാം കളയാം. അടുത്ത 2 വായിച്ചപ്പോൾ 2 എന്താണ്? ശരിയാണ്. 2 ശരിയാണ്. അപ്പോൾ 2 വന്ന ഓപ്ഷൻസ് കളയാം. 3 വായിച്ചു നോക്കിയപ്പോൾ 3 തെറ്റാണ്. അപ്പോൾ ഏതാണ് വരിക? ബി ഓപ്ഷൻ ആണ്. 3 മാത്രമാണ് തെറ്റ്. എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാലും നേരെ ക്യാൻസർ വരുമോ? ഇല്ല. അപ്പോൾ അതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്തത് നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ക്യാൻസർ. ഓക്കെ. അപ്പോൾ ഒന്നിലും നമ്പർ ഇട്ടിട്ടില്ല കേട്ടോ. Excessive exposure to UV radiation, fair skin, blue or green eyes, wearing full-sleeved clothing and high SPF sunscreen regularly, living at high altitudes with low humidity. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് വരുന്നത്? 1, 2, അതുപോലെ 4. 1, 2 and 4 ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് വരിക അല്ലേ? ഇനി അടുത്തത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. ആദ്യത്തത് exposure to ionizing radiation can occur through repeated diagnostics X-ray procedures. Radiation therapy used in treatment can increase the risk of cancer such as leukemia and thyroid cancer. Improved X-ray equipment has eliminated all risk of radiation-induced cancer. Exposure to radioactive materials at nuclear plants is associated with multiple myeloma and lung cancer. ഒന്നും ശരിയാണ്. 2ഉം 4ഉം ഇംപ്രൂവ്ഡ് എക്സ്റേ ടെക്നിക്കുകൾ എലിമിനേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ?
കുറച്ചു എന്ന് പറയാം. എക്സ്റേ ടെക്നിക്കുകൾ ഇംപ്രൂവ് ആയത് വഴി റേഡിയേഷൻ കാരണമുള്ള ക്യാൻസറിന്റെ നിരക്ക് കുറഞ്ഞു, അല്ലാതെ മൊത്തത്തിൽ മാറ്റി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1, 2, 4 ശരിയാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് about the role of environmental factors in carcinogenesis. Tobacco use is one of the leading causes of cancer worldwide. Radon exposure is linked to lung cancer. Chronic irritation or inflammation has no role in cancer development. High exposure to UV rays is a risk factor for melanoma. അപ്പോൾ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ക്രോണിക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഹാസ് റോൾ. അപ്പോൾ ഇതാണ് തെറ്റായത്. ഇവിടെ ചോദിച്ചേക്കുന്നത് കറക്റ്റ് അല്ലേ? ബാക്കിയെല്ലാം ശരിയാണ്. 1, 2, 4 ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് റേഡിയേഷൻ എക്സ്പോഷർ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് ആർ ട്രൂ? Ionizing radiation is a risk factor for multiple cancers, including thyroid and lung cancer. Background radiation from natural decay processes such as radon is associated with lung cancer. X-ray imaging has been completely eliminated as a source of radiation exposure. Radiation exposure at nuclear weapon manufacturing sites has been linked to an increased cancer risk. അപ്പോൾ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അയണൈസിങ് റേഡിയേഷനെ പറ്റി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ കണ്ടു, എലിമിനേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. 4 ശരിയാണ്. 1, 2, 4 ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. റെഡോൺ ഈസ് എ റേഡിയോ ആക്റ്റീവ് ഗ്യാസ് ദാറ്റ് ക്യാൻ അക്യുമുലേറ്റ് ഇൻ പുവർ വെന്റിലേറ്റഡ് ഹോംസ്. ലോങ് ടേം എക്സ്പോഷർ ടു റെഡോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് an increased risk of lung cancer. Radon exposure is only harmful to people working in nuclear plants. Proper ventilation in homes can help reduce the radon levels. അപ്പോൾ ഇതിൽ തെറ്റാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. തെറ്റ് 3 തെറ്റല്ലേ? റെഡോൺ എക്സ്പോഷർ കണ്ടോ, ഒള്ളി വന്നാൽ തന്നെ മിക്കവാറും റോങ് ആയിരിക്കും. ഓൾവേസ് റോങ് എന്നല്ല, എന്നാലും കെയർഫുള്ളി റീഡ് ചെയ്ത് നോക്കാം, മിക്കവാറും റോങ് ആയിരിക്കും. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇൻകറക്റ്റാ ചോദിച്ചേക്കണ 3 മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്യാൻസറിന്റെ എറ്റിയോളജിയെ പറ്റി പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട MCQസും അസേർഷൻ റീസണിങ്ങും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും പഠിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, നന്നായിട്ട് പഠിക്കുക, MCQസും മൂക്കും കറക്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് പോലെ തനിയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. തനിയെ നിങ്ങൾ എല്ലാ ക്ലാസ്സിന് ശേഷം ഒരു 5 ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്